നമുക്കേ നമ്മുടെയൊക്കെ ലൈഫിൽ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് മടി എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എല്ലാം ചെയ്യാൻ മടിയാണ്. ബേസിക്കലി നമ്മൾ ഒരു ദിവസം ഒരിക്കലെങ്കിലും പറയും നമുക്ക് മടിയാണെന്നുള്ളത്, ചെയ്യാൻ മടി തോന്നുന്നു എന്നൊക്കെ. പക്ഷേ ഈ മടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഏത് ഹൈറ്റിൽ വരെ എത്തും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇപ്പം എക്സാം ടൈമൊക്കെ അടുത്ത് വരുന്ന സമയമാണ്. കുറേ കുട്ടികൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് നല്ല മടി ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ബാലികറ മല പോലെ സിലബസ് ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ കുറേ പേർക്ക് മടി ഉണ്ടാവും. ഞാനിത് കുറേ സ്ഥിരം കേൾക്കുന്നതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനിത് സ്ഥിരം കേൾക്കാറുള്ള കാര്യമാണ്. അപ്പം എക്സാം സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് മടി മാറ്റി പഠിക്കുക എന്നുള്ളത്. അപ്പം ഇന്ന് നമുക്ക് മടി എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അത് മാറ്റാനൊന്നും പറ്റില്ല, അങ്ങനെ കുറച്ച് സമയം എടുക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ മടീനെന്ന് നോക്കാം. ഓക്കെ, സോ ഗൈസ്, this is me Varsha and welcome to yet another episode of Campus Search. So let's roll into the video. മടി എങ്ങനെ മാറ്റാം? ഇത് ആക്ച്വലി ഇന്നും ഇന്നലെ തുടങ്ങിയ കോൺവെർസേഷൻ ഒന്നുമല്ല. കുറേ നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന ഒരു കോൺവെർസേഷനാണ് അല്ലേ. കുറേ റിസർച്ചസ് നടക്കാറുണ്ട്, കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാറുണ്ട്. ഈവൻ സ്കൂൾസും കോളേജസിലും ഒക്കെ ഇങ്ങനെ സെമിനാർ സെഷൻസ് പോലൊക്കെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഞാൻ കേട്ട 4 ടെക്നിക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് 4 സ്റ്റെപ്പായിട്ട് അത് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ്, ആക്ഷൻ, ചെക്ക്, അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. ഇതൊക്കെ എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കണേ? നമുക്ക് 1 by 1 എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, അതായത് എന്ത് പ്ലാൻ ചെയ്യണം എന്നൊരു കാര്യം. ഇപ്പോൾ സിലബസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വാസ്റ്റ് ആയിരിക്കും നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, കണക്റ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടൊരു കൃത്യമായ പ്ലാനിങ് നടത്തുക. അതായത് ഇപ്പോൾ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ ചിലപ്പോൾ പറയും 2 ദിവസം ഉണ്ട്, അപ്പോൾ ഒരു ദിവസം ഒരു ബുക്ക് പഠിക്കാം, അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ പഠിക്കാം, അടുത്ത സബ്ജക്റ്റ് പഠിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നല്ലാണ്ട് നമ്മളാരും പഠിക്കാറില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ഇത്ര പോർഷൻ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ കുറച്ച്, അതായത് ഒറ്റ ദിവസം കൊണ്ട് വലിയൊരു കാര്യം ചെയ്യാതെ കുഞ്ഞു കാര്യങ്ങൾ ഓരോ ദിവസം എടുത്ത് ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അപ്പം കുറച്ചുകൂടി പ്ലാനിങ് ഉണ്ടാവും, അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പോൾ അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഇസ് ആക്ഷൻ. വെറുതെ പ്ലാൻ ചെയ്തോടെ വെച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പറ്റും. അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഫോളോ ചെയ്യുക. അതായത് നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പഠിക്കുക. മടി തോന്നരുത്, പഠിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് ഇപ്പോൾ ഇത്രയും സാധനം പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മടി പിടിച്ചിരിക്കുന്നതല്ല, ആകെ ഇത്തിരി ഇല്ലയുള്ളൂ, അത് ഇപ്പം തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കുറച്ചുകൂടി എക്സിക്യൂട്ട് ചെയ്യുക, അതായത് ആക്ഷൻ, അത് ആക്ഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് ചെക്ക്. അതായത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, അതായത് നിങ്ങളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് റെഗുലർ ആയിട്ട് ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് പോവുക. നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ പെൻഡിങ് ഉണ്ട്, ചിലപ്പോൾ പെൻഡിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ പെൻഡിങ് വരുന്നുണ്ട് എന്നുള്ളത് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ ഒന്നുകൂടെ റീഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ അതാണ് ചെക്ക് എന്ന് പറയുന്നത്. And the last point is appreciating yourself, and which is the most important part. നമ്മളിൽ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മുടെ കുഞ്ഞു അച്ചീവ്മെന്റ്സിനെ നമ്മൾ അക്നോളജ് ചെയ്യാൻ എപ്പോഴും മറന്നു വരുന്നുണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, അവരെ അക്നോളജ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ? പക്ഷെ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ചേഞ്ച് ഫോർ യുവർ സെൽഫ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്താണോ കൂടുതൽ സന്തോഷം തരുന്നത്, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത്, ചിലർക്ക് അത് ഫുഡായിരിക്കും, ചിലർക്ക് അത് എവിടെയെങ്കിലും ഫേവറേറ്റ് പ്ലേസസിൽ പോകുന്നതായിരിക്കും, ചിലർക്ക് മീ ടൈം ആയിരിക്കും, ചിലർക്ക് ഒരു ബുക്ക് വായിക്കുന്നതായിരിക്കും. അപ്പം എന്താണോ നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അത് ചെയ്യാൻ അപ്രീഷിയേറ്റ് യുവർ സെൽഫ് ആൻഡ് ലവ് യുവർ സെൽഫ്. സെൽഫ് ലവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ. ലൈക്ക് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടും ഏറ്റവും അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് 4 മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് 5 second rule. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പം അതായത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യണം, പക്ഷേ എനിക്ക് അവിടെ വരെ എനിക്ക് പോയി ഓഫ് ചെയ്യാൻ മടിയാണ്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ എന്ത് പറയും, നിനക്ക് 5 seconds ഉണ്ട്, വിത്തിൻ 5 seconds ചെയ്ത് പോയി ഓഫ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ നമുക്കൊരു ടാർഗറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവും, നമ്മളത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ മടി തോന്നുന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു 5 second rule ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is Varsha saying bye, toodles. അപ്പോൾ മറക്കല്ലേ, ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, ടാറ്റാ.